in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂൺ മാസം 22-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ കാക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാർ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് സങ്കീർത്തനം 103-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് നമ്മെ കാക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൂതന്മാരെ കുറിച്ചാണ്. ആ ആഴത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നാം വായിച്ചു കേട്ട വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവൻ്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായുള്ള ദൈവത്തിന്റെ ദൂതന്മാർ. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കിയേ, ദൈവവചനത്തിന്റെ ശബ്ദം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ ആജ്ഞ കേൾക്കുന്ന ദൂതന്മാർ ചലിക്കുകയാണ്. ഈ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ബൈബിൾ ആഴമായി പഠിക്കുകയും ആഴമായി ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി 273 പ്രാവശ്യം ദൈവദൂതന്മാരെ കുറിച്ച് ദൈവവചനത്തിനകത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് നാം കാണുകയാണ്. അതേ നിലയിൽ തന്നെ പഴയ നിയമത്തിൽ 108 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 165 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നതായി കാണുകയാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 104 പ്രാവശ്യം തൻ്റെ ഭക്തന്മാരുടെ മുമ്പിലേക്ക് ദൈവദൂതന്മാർ വെളിപ്പെട്ട് വരുന്നത് കാണാൻ കഴിയും. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 18-19 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനുഷ്യ സാദൃശ്യത്തിൽ ഒരുവൻ വന്ന് ദാനിയേലിനെ തൊട്ടുകൊണ്ട്, പ്രിയ പുരുഷ ദാനിയേലെ ബലപ്പെടുക ബലപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ദാനിയേലിനെ ബലപ്പെടുത്തുന്നത് കാണാൻ കഴിയാണ്. ഇന്ന് ഈ വചന സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ സാദൃശ്യത്തിലുള്ള ചില ദൂതന്മാർ നിങ്ങളെ കാക്കേണ്ടതിനായി, നിങ്ങളുടെ വഴി തുറക്കേണ്ടതിനായി, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരേണ്ടതിനായി എൻ്റെ കൂടെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഈ സമയത്ത് തന്നെ വിശുദ്ധ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ദൈവമേ അങ്ങയുടെ ദൂതന്മാരെ എനിക്ക് വേണ്ടി അയക്കണമെന്നൊക്കെ ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആഴം മനസ്സിലാക്കേണ്ടതിനായി ഈ പ്രഭാതത്തിൽ നടന്നൊരു സംഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ കേൾക്കുന്നതിനുണ്ടെങ്കിൽ ആത്മാവിൽ നിന്ന് സ്വീകരിച്ചോ. ഒരു ദൈവപ്രവൃത്തി ചിലവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുന്നത് എനിക്ക് കാണാൻ കഴിയുന്നു. ആത്മാവിൽ എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിൽ പ്രാർത്ഥിക്ക്. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുന്നു. കോട്ടയത്ത് 1982 ഒരു സ്വകാര്യ കമ്പനിയിൽ നടന്ന വിഷയമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ സ്വകാര്യ കമ്പനി, ആ പ്രൈവറ്റ് കമ്പനി നല്ലതുപോലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1982 അവിടുത്തെ യൂണിയൻ തൊഴിലാളികൾ ഒരു സമരം പ്രഖ്യാപിച്ചു. സമരപിത ശക്തിയോടെ മുമ്പോട്ട് പോവുകയാണ്. സമരത്തിൻ്റെ ആഴമെന്ന് ചോദിച്ചാൽ ഇനി ഓവർ ടൈം വേണ്ട, തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. ആ നിലയിൽ നിന്നുകൊണ്ട് സമരം നടക്കുമ്പോൾ കട്ടപ്പന സ്വദേശിയായിരിക്കുന്ന വർഗീസ് എന്ന് പറയുന്ന വ്യക്തി ആ കമ്പനിയിൽ ജോലിക്ക് വേണ്ടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. ആ വ്യക്തി ഒരു യൂണിയനിലും ചേർന്നിട്ടില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താനൊരു വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാകിയാൽ കമ്പനിയുടെ ഓണറെ ബഹുമാനിച്ചുകൊണ്ട് തനിക്ക് വലിയ സാമ്പത്തിക ആവശ്യങ്ങളുള്ളതുകൊണ്ട് താൻ 2 ഷിഫ്റ്റ് ഒരുമിച്ച് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഷിഫ്റ്റ് ഓവർ ടൈം ചെയ്യുകയാണ്. തനിക്ക് സാമ്പത്തിക ആവശ്യങ്ങളുള്ളത് കൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ഓണറിനോട് അനുവാദം ചോദിച്ചുകൊണ്ട് താൻ 2 ഷിഫ്റ്റുകൾ ചെയ്യുമ്പോൾ യൂണിയൻ മേധാവികളും യൂണിയൻ തൊഴിലാളിയും തനിക്ക് വിരോധമായി തീർന്നു. അവർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പറഞ്ഞു, വർഗീസിനെ ഇങ്ങനെ മുമ്പോട്ട് വിട്ടാൽ നമ്മുടെ കാര്യങ്ങൾ കുഴപ്പത്തിലാകും, ആകയാൽ ഇവനെ അവസാനിപ്പിക്കണം. അവരൊരു ദിവസം തീരുമാനമെടുത്തു. ആ തീരുമാനമെടുക്കുന്നത് ഇങ്ങനെയാണ്: രാത്രിയത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ്, എന്ന് പറഞ്ഞാൽ 12:30 ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന വർഗീസ്
വർഗീസിനെ അവസാനിപ്പിക്കണമെന്നുള്ളത് അവർ ഒരുമിച്ച് തീരുമാനമെടുത്തു. ഒരാളല്ല, ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വർഗീസ് ഇതാ ഷിഫ്റ്റ് കഴിഞ്ഞ് കമ്പനിയിൽ നിന്ന് കാർഡ് പഞ്ച് ചെയ്ത് ഇറങ്ങാൻ പോകുമ്പോൾ വർഗീസിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, വർഗീസ് കമ്പനിയുടെ ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം. ക്വാർട്ടേഴ്സിൽ നിന്ന് കമ്പനിയിലോട്ട് വരുമ്പോഴും കമ്പനിയിൽ നിന്ന് ക്വാർട്ടേഴ്സിലേക്ക് പോകുമ്പോഴും വർഗീസ് ഒരു ഭക്തനായതുകൊണ്ട് 91 സങ്കീർത്തനം 11 വാക്യം കരമുയർത്തി വ്യക്തമായി പ്രാർത്ഥനയോടെ പറയും, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവമേ, നിന്റെ ദൂതനെ എനിക്ക് കാവലായിട്ട് തരണമേ. എന്നെ കേൾക്കുന്നവരെ, പഴയ കാലത്തുള്ള വിശ്വാസികൾ യേശുവിൻ്റെ രക്തത്തിലും ദൈവദൂതന്മാരുടെയും കാവൽ ചോദിക്കാറുണ്ട്. ഒന്നുകൂടെ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയാം, നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഇന്നും മുമ്പോട്ട് പോകുന്നത്. ആക്സിഡൻറ്റ് വരാത്തത്, അനർത്ഥം വരാത്തത്, വഴി അടയാത്തത് എന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ രക്തത്തിൻ്റെ കാവലും ദൈവദൂതന്മാരുടെ കാവലുമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ചിലവരെൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ നിന്ന് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ സൂക്ഷിക്കണമേ, എന്നെ അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കണമേ, എൻ്റെ ജോലി സ്ഥലത്ത് നിൽക്കുന്ന എതിരുകളെ മാറ്റേണ്ടതിനായി അങ്ങ് ചില ദൂതന്മാരെ കൽപ്പിച്ചാക്കണമേ. എന്നെ കേൾക്കുന്നവരെ, നമ്മൾ വർഗീസിലേക്ക് മടങ്ങി വരികയാണ്. ഇതാ വർഗീസ് പ്രാർത്ഥനയോടെ ഗേറ്റ് കിടക്കുകയാണ്. ആ കടക്കുമ്പോൾ വർഗീസിൻ്റെ മുമ്പിൽ ഇതാ ഒരു വലിയ ഹൈറ്റുള്ള മനുഷ്യൻ, വലിയ അതിനൊത്ത മസിലും അതിനുള്ള ഭയങ്കര പവറുള്ള, എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേര് പിടിച്ചാൽ ഒന്നും സംഭവിക്കാത്ത ഒരു ഭയങ്കര ബലശാലി വർഗീസിന് മുമ്പിലൂടെ നടന്നു നീങ്ങുകയാണ്. വർഗീസ് ആശ്ചര്യത്തോടെ ഈ മനുഷ്യനെ നോക്കിയാണ്. മുമ്പോട്ട് പോകുന്ന സമയം പോലും നോക്കാതെ ഇതാ വർഗീസ് മുമ്പോട്ട് പോകുമ്പോൾ സൈഡിലെ കുറ്റിക്കാട്ടിൽ നിന്ന് വിളി കേൾക്കുകയാണ്. കട്ടപ്പന സ്വദേശിയായ വർഗീസ് അല്ലേ? വർഗീസ് ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ തന്നെയാണ് ഈ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. എന്നാൽ ക്വാർട്ടേഴ്സിൻ്റെ മുമ്പിൽ വരുന്നതുവരെയും ഈ ബലശാലിയായ മനുഷ്യന് മാറ്റമില്ല. വർഗീസിൻ്റെ മുമ്പിൽ അവൻ നടന്നു നിൽക്കുകയാണ്. ക്വാർട്ടേഴ്സിലേക്ക് താൻ കയറുമ്പോൾ, താക്കോലിട്ട് വാതിൽ തുറക്കുമ്പോൾ ആ മുമ്പിൽ നടന്ന വ്യക്തിയെ പിന്നെ കണ്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, വർഗീസ് ഒന്നും അറിയാതെ ആ വീട്ടിനകത്ത് കയറി പ്രാർത്ഥനയോടെ കുളി കഴിഞ്ഞ് കിടന്നുറങ്ങാൻ തയ്യാറായി. എന്നാൽ അതിരാവിലെ 6:30 സമയത്ത് വാതിൽ കൊട്ടുകേൾക്കുകയാണ്. പകുതി ഉറക്കത്തോടെ വർഗീസ് എഴുന്നേറ്റു. വർഗീസ് വാതിൽ തുറക്കുമ്പോൾ ആ തൊഴിലാളി യൂണിയൻ്റെ ഒരു മെയിൻ ആളാണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നിന്റെ കൂടെ വർഗീസ് ഇന്നലെ നിനക്ക് കൂട്ടായിട്ട്, നിനക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നത് ആരാണ്? ഞങ്ങൾ ഈ പട്ടണത്തിലൊന്നും അത്രയും വലിയൊരാളെ കണ്ടിട്ടില്ല. ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പലരും അദ്ദേഹത്തെ കണ്ടിട്ട് ഭയന്നു പോയതായിട്ട് കാണുകയാണ്. വർഗീസ് ഒന്നുകൂടെ പറഞ്ഞു, ഞാനും ഇന്നലെ കണ്ടതാണ്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുകയാണ്. ആ സമയത്ത് ഇതാ യൂണിയൻ മേധാവി പറയുകയാണ്, നിന്നെ ഇന്നലെ രാത്രി ഞങ്ങൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്, പക്ഷേ നിന്നെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇത് കേട്ടപ്പോൾ വർഗീസ് ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താൻ ദിവസേന പ്രാർത്ഥിക്കുന്ന ദൈവവചനത്തെ ഓർത്തു. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. കരം ഉയർത്തിപ്പിടിച്ച് വർഗീസ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് പറയും, എന്നെ സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി, നിന്റെ ദൂതന്മാർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഗീസ് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയട്ടെ, വർഗീസിനെ സൂക്ഷിച്ചൊരു ദൈവം ഉണ്ട്. മരണത്തിൽ നിന്നും, ആക്സിഡന്റിൽ നിന്നും, പ്രശ്നത്തിൽ നിന്നും, പ്രതികൂലത്തിൽ നിന്നും ഒക്കെ വിടുവിക്കുന്ന ദൈവദൂതന്മാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരാൻ പോകുക. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ അസാധാരണമായ എന്തോ ദൈവപ്രവൃത്തി നടക്കാൻ പോകുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുക. നാളുകൾ തുറക്കാത്ത വഴികൾ, നിനക്കും എനിക്കും ചെല്ലാൻ പറ്റാത്തിടത്ത് ചെല്ലുന്ന ദൂതന്മാർ, പത്രോസിൻ്റെ കാരാഗ്രഹത്തിൽ പ്രാർത്ഥനയിൽ ഇറങ്ങിയ ദൂതൻ ഇതാ നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. എന്നെ കേൾക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുക ഈ വചനത്തിൻ്റെ ആഴത്തെ ഒന്ന് സ്വീകരിക്കും. ഇന്നു മുതൽ നിങ്ങൾ ബലപ്പെടാൻ തയ്യാറാകണം. ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും നിന്നെ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകേണ്ടതിനും ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുകയാണ്. എൻ്റെ കൂടെ അത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാനും നിങ്ങളും അറിയാത്തൊരു കാവൽ, ഞാനും നിങ്ങളും അറിയാത്തൊരു ദൈവിക ദൂതൻ്റെ കാവൽ ഇന്ന് പകൽ ആക്റ്റീവ് ആകുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ, നിന്റെ നന്മകളെ തടഞ്ഞ, നിന്റെ വാതിലുകളെ അടച്ചത് ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായി തുറന്നു വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുക, എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് വിശ്വസിക്കാം. ദാനിയേലിന് വേണ്ടി സിംഹക്കുഴിയിൽ ഇറങ്ങിയ ശത്രുവിൻ്റെ വായടയ്ക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ ഇതാ നിനക്ക് വേണ്ടി ആ ജോലി സ്ഥലത്ത് നിന്റെ നന്മയ്ക്ക് വിരോധമായി ചലിച്ച ആ വ്യക്തികളുടെ നടുവിൽ ഇതാ ഇറങ്ങി വരികയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ചിലവരുടെ പേപ്പറുകൾ സൈൻ ചെയ്യാൻ പോവുകയാണ്, ചിലവർക്ക് വേണ്ടി വാതിൽ തുറക്കാൻ പോവുകയാണ്. ഇന്നുവരെയും നടക്കാത്ത ആ പ്രോപ്പർട്ടി വിഷയത്തിനകത്ത് ഒരു അത്ഭുതം ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. തടസ്സങ്ങൾ നീങ്ങുകയാണ്. കണ്ണുകളൊന്ന് അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളെ കാക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവീയ ദൂതന്മാർ ഇന്ന് പകൽ മുതൽ വളരെ ശക്തമായി
വെളിപ്പെട്ട് വരട്ടെ. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ഞാൻ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കൾക്ക് വേണ്ടി വലുതായി തുറന്നു വരുന്നതിനായി മതി. ഇതൊരു അന്ത്യകാലമാകിയാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയ ശക്തിയോടെ വെളിപ്പെട്ട് വരട്ടെ. അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കണമേ അപ്പ. ദൈവപ്രവൃത്തികൾ സംഭവിക്കണമേ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ലിങ്കുകൾ മറ്റൊരാൾക്കും കൂടെ, ഒരു സ്നേഹിതനും കൂടെ, ഒരാൾക്കും കൂടെ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുമെങ്കിൽ നമ്മുടെ ഈ മിനിസ്ട്രിക്ക് ഒരു വലിയ സഹായമാണ്. സുവിശേഷം അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. നിങ്ങൾ മുഖാന്തരം ചില ജീവിതങ്ങളോട് വിടുതൽ പ്രാപിക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു ഗുഡ് ന്യൂസ്, എല്ലാ ദിവസവും വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെ ക്ഷണിക്കുന്നു. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിരുന്നു, വലിയ അത്ഭുതമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ വിശ്വസിക്ക്, ഒരു ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. എങ്കിൽ വിളിക്കാൻ മറക്കരുത്. വാട്സാപ്പിൽ പ്രാർത്ഥന വിഷയങ്ങളുമായിട്ട് വിളിച്ചാട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വഴി തുറക്കാൻ പോവുകയാണ്. അസാധാരണ കാര്യങ്ങൾ ചലിക്കാൻ പോകുന്നു. വാട്സാപ്പിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തിരിച്ച് റിപ്ലൈ ചെയ്യും. കർത്താവിൻ്റെ വലിയ കരം വെളിപ്പെട്ട് വരട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.